കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിനായി പുതിയ കെട്ടിട നിർമ്മാണം പദ്ധതിയിൽ കൈകോർത്ത PSC സഹകരണ സംഘം. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഒരു ക്ലാസ് മുറിക്കുള്ള തുക പാർലം സർവീസ് സഹകരണ ബാങ്ക് കൈമാറി. സംഘത്തിന്റെ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നാണ് ഒരു ക്ലാസ് മുറിക്കുള്ള തുക അനുവദിച്ചതെന്ന് PSC സഹകരണ സംഘം പ്രസിഡന്റ് CO ജേക്കബ് പറഞ്ഞു. തൃശ്ശൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ ഗ്രാമം ഇന്ന് കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു ഗ്രാമമാണ്. കോടന്നൂർ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് പോലും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരുക്കുറി, ഏറ്റവും വലിയ തിലകക്കുറിയായി ഈ സ്കൂൾ ഒരു പഴയ കെട്ടിടമായിരുന്നു. ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി ഇവിടുത്തെ ട്രസ്റ്റിമാരുടെയും ബഹുമാനായ വികാരി അച്ഛൻ്റെയും നേതൃത്വത്തിൽ, മാനേജറുടെ നേതൃത്വത്തിൽ ഒരു നല്ല കെട്ടിടം, ആർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ കെട്ടിടം പൂർത്തീകരിക്കാനുള്ള അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് നീങ്ങുകയാണ്. തൃശ്ശൂർ അഭിമാനം തോന്നുന്നു. ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ല ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായി അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സെന്റ് ആനീസ് UP സ്കൂൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആ പണി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നല്ല ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ വിജയകാംക്ഷികൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ഉദ്യമത്തിന് ഈ ബാങ്ക് സൊസൈറ്റിയുടെ ഒരു സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഒരു ക്ലാസ് റൂം സ്പോൺസർ ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സാമ്പത്തികമായി ചെയ്ത സേവനത്തിനും സഹായത്തിനും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ ഞാൻ കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാ സത്കർമ്മങ്ങൾക്കും തുടർന്നു വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രചാരം ലഭിക്കട്ടെ എന്നതിനൊപ്പം തന്നെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സൊസൈറ്റിക്ക് കഴിവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഘം പ്രസിഡന്റിൽ നിന്ന് സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ആലുക്ക തുക ഏറ്റുവാങ്ങി. സംഘം വൈസ് പ്രസിഡന്റ് പഴൂർ അപ്പുക്കുട്ടൻ, കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ സ്റ്റേനി ചാക്കോ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, TK രാജു, സുമാദേവി, AA റപ്പായി, രവി തളാടൻ, ബാബു കുണ്ടുകുളം, സിറിൽ റോബർട്ട്, ഐശ്വര്യ, വിനീതാനന്ദൻ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു, ജോസ് P ചാഴൂർ എന്നിവർ ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു.